ആരോഗ്യ മേഖലയിൽ നിന്ന് തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് ആരോഗ്യ പരിരക്ഷ നൽകണം. ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങണം അവരുടെ പരിരക്ഷ. അങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ പരിരക്ഷ തുടങ്ങിയാൽ മാത്രമേ ഭൗതികമായി ഉയർച്ചയുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകൂ. അത്തരം കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസപരമായി മുൻനിരയിൽ വരാൻ പറ്റുന്നത്. അവരാണ് ജീവിത വിഹായസിൽ ഉന്നത ശ്രേണിയിലേക്ക് എത്തിപ്പെടുക. അപ്പൊ ഈ സവർണ വർഗക്കാർക്ക് ഈ പറയപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവരതുകൊണ്ട് തന്നെ ഈ ജീവിത ശ്രേണിയുടെ എല്ലാ പ്രധാനപ്പെട്ട ശ്രേണിയിലേക്കും എത്തിപ്പറ്റും. അപ്പൊ ഇന്ത്യയിലെ ഏത് പ്രധാനപ്പെട്ട പൊസിഷൻ എടുത്താലും ഇപ്പൊ നമുക്കറിയാം, സ്ത്രീകൾ തീരെ ശാക്തീകരിക്കപ്പെട്ടവരല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് സ്ത്രീകൾ മൊത്തം ഇന്ത്യയിൽ. എന്നിട്ടും ഇപ്പോ ഈ അടുത്ത കാലത്ത്, അതായത് 2000-ലെ UN വിമൻ ഒക്കെ നിലവിൽ വന്നതിന് ശേഷം സ്ത്രീ ശാക്തീകരണത്തെ പറ്റി വളരെ വാചാലമായി ലോകം മുഴുവനും സംസാരിക്കുകയും കുറെ അധികം കാര്യങ്ങൾ അവർക്ക് അതിനുവേണ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്.